കഴിഞ്ഞ ദിവസം ഞാനൊരു ക്രിയേറ്ററിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. ഒരു ക്രിയേറ്ററായിട്ടൊരാൾ നമ്മളെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആ സംസാരിച്ചതിൻ്റെ ഒരു ചെറിയൊരു കൺക്ലൂഷൻ പോലെ ഞാനതിലിട്ടായിരുന്നു. അദ്ദേഹം ഹൈലി ക്രിയേറ്റീവാണ്, ഹൈലി കാലിബറുള്ള ഒരാളാണ്. പക്ഷേ ചില ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് അതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് ദാറ്റ്സ് വാട്ട് ഐ ഷെയർഡ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ കഴിഞ്ഞ വീഡിയോ കാണാം. പക്ഷേ എനിക്ക് അതിന് താഴെ ഭയങ്കര ഒരു ക്രിയേറ്റീവായിട്ടുള്ള വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഒരു കമൻറ്റ് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ അതിനൊരു റിപ്ലൈ ഡയറക്റ്റ് തരാമെന്ന് കരുതി. കാരണം അതിൽ ചോദിച്ചത് നമുക്ക് ദ ഫീലിംഗ് ഓഫ് വാണ്ടിങ് മോർ, നമുക്ക് കൂടുതൽ വേണം എന്നുള്ള ആഗ്രഹം ഉള്ളപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാനായിട്ടുള്ള നമ്മളുടെ സംതൃപ്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ദ കണ്ടൻമെൻറ്റ് എന്ന് പറയുന്നത്, കണ്ടൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. അത് നമുക്ക് നഷ്ടപ്പെടില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈഫിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടും എന്നായിരുന്നു ചോദ്യം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ അതിനൊരു റിപ്ലൈ തരാമെന്ന് കരുതിയത്. കാരണം ഒരു ക്രിയേറ്റർ ആയിട്ടിരിക്കുന്ന ഒരാൾ, ഇറ്റ് സേസ് ലൈക്ക് റിക് റൂബിൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഓഥർ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എല്ലാവരും ഒരു ക്രിയേറ്ററാണ്. ഇപ്പം നിങ്ങൾ എന്താ പറയുന്നത്, നമ്മൾ ഒരു കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് അടക്കി ഒതുക്കി വെക്കുന്ന ഒരാളാണെങ്കിൽ ക്രിയേറ്ററാണ്. നല്ല മക്കളെ വളർത്തുന്ന ഒരാളുകളാണെങ്കിൽ, കുട്ടികളെ വളർത്തുന്ന ഒരാളുകളാണെങ്കിൽ ക്രിയേറ്ററാണ്. കാരണം എല്ലാവരുടെ ഉള്ളിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്നാണ് റിക് റൂബിൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എല്ലാ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ക്രിയേറ്റിവിറ്റി ഒരു ജോബല്ല, ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ് ആണെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് കുറേ ആശയങ്ങൾ ഞാൻ എപ്പോഴും ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ട് നടക്കുന്ന കുറേ ആശയങ്ങളുണ്ട്. അത് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ഒരു ക്രിയേറ്റർ മൈൻഡിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രത്യേകിച്ചും അവരൊരു ക്രിയേറ്ററാണ് എന്ന് തിരിച്ചറിയണ ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ ഏറ്റവും അർജ് ചെയ്യിക്കണ ഒരു പരിപാടി, അല്ലെങ്കിൽ അവരെന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യിക്കണത് ഒരു ആക്ട് ഓഫ് ക്രിയേറ്റിവിറ്റിയാണ്. അല്ലെങ്കിൽ നമ്മൾ സംതിങ് ന്യൂ, എന്തെങ്കിലും പുതിയത് കാണുന്നു, അതിലൊരു ഇൻട്രസ്റ്റ് തോന്നുന്നു, അതിനെ എങ്ങനെയെങ്കിലും ഒരു ബിൽഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയാണ് അവരുടെ മൈൻഡ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കംപ്ലീഷൻ ഉണ്ട്. ചിലപ്പോൾ അവരത് കംപ്ലീറ്റ് ചെയ്യാണ്ട് തന്നെ മൂവ് ഓൺ ചെയ്ത് കളയും. ഇപ്പോൾ ഒരു കാര്യം തുടങ്ങി അവസാനിക്കുന്നതിന് മുമ്പേ നമ്മൾ അടുത്തതിലേക്ക് പോവുക എന്ന് പറയുന്നൊരു സംഭവമുണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു ഗാർഡനറാണ്, അല്ലെങ്കിൽ പൂക്കൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു ചെടി നട്ടു, അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനാണെങ്കിൽ ഒരു വിത്ത് നടുവാണ്. അപ്പോൾ അത് വളർന്ന് വരുന്നതിന് മുമ്പേ നമുക്ക് അടുത്ത ഒരു വിത്തിനോടോ അല്ലെങ്കിൽ അടുത്ത ഒരു സീഡിനോടോ ഒരു ഇഷ്ടം തോന്നിയിട്ട് നമ്മളങ്ങനെ മൂവ് ഓൺ ചെയ്യാണ്. എന്നാൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ സാധനത്തിന് നട്ട് അത് മുളച്ച് വന്നിട്ടുണ്ടാവുള്ളൂ, പക്ഷേ അതിൽ നിന്നൊരു ഫലം ഉണ്ടായിണ്ടാവില്ല. അപ്പോൾ അതിന് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു കെയറും നനയ്ക്കലും എല്ലാം ചെയ്യണം, എങ്കിലാണ് അതിൽ നിന്നൊരു ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു എക്സ്ട്രീം ക്രിയേറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു നോവൽറ്റി മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ, അത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് ചാടും. അതിൽ നിന്ന് അടുത്തൊരു പ്രൊജക്റ്റിലേക്ക്, അല്ലെങ്കിൽ അടുത്തൊരു കാര്യത്തിലേക്ക് ചാടും. അതാണ് അവരുടെ ഒരു പ്രശ്നം. അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു ലൈഫിനെ തന്നെ തിരിഞ്ഞു നോക്കി ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഡിഫറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ എനിക്കൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എനിക്കത് ഇഷ്ടപ്പെട്ട് ഞാൻ പഠിക്കണം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഐ ഹാവ് എ സോർട്ട് ഓഫ് ഐഡിയ, അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കണ ഒരാളാണ് അതിതീവ്രമായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, എനിക്ക് ആ ഒരു പബ്ലിക് സ്പീക്കർ ആവണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ കിടക്കുമ്പോൾ, എനിക്കങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പേടിയുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ടു ബി എ ടെഡെക്സ് സ്പീക്കർ. അപ്പോൾ ഞാൻ ഒരു 2-3 മന്തിൻ്റെ ഉള്ളിലാണ് ഞാൻ അതിൻ്റെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തത്, പ്രിപ്പയർ ചെയ്തത്, പഠിച്ചത്. എൻ്റെ ആ ഒരു കൺസെപ്റ്റ് തന്നെ ഈ സ്പീക്കിങ്ങിനെ പറ്റിയിട്ട്, കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടും മാറ്റിയെടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ഒരു ഫൈനാൻഷ്യൽ ജേർണി ആണെങ്കിൽ ഐ ക്യാൻ പ്രൗഡ്ലി സേ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ എന്നോട് അടുത്തിരിക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ ഒരു 3 അല്ലെങ്കിൽ 4-5 മാസം നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ബേസിക് എല്ലാ ഫൈനാൻഷ്യൽ കൺസെപ്റ്റുകളും. അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാക്കാവുന്ന നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു പരിധി വരെ, അത് നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാര്യം ചെയ്യലാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആൾ എന്നെ പറ്റിയല്ല, ഞാൻ ഈ പറഞ്ഞ ഒരാളുടെ പറ്റിയിട്ട്, ആ ക്രിയേറ്റർ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ പ്ലാനുകളുണ്ട്, മൾട്ടിപ്പിൾ വിഷനുകളുണ്ട്. പക്ഷേ ഇതൊന്നും ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഇപ്പോൾ ആ പറഞ്ഞ പോലെ ആ ചെടി വളരുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത ചെടിയിലേക്ക് പോകുന്നു, അടുത്ത ചെടിയിലേക്ക് പോകുന്നു, ഒന്നും ഒരു പൂർണ്ണതയിലെത്തുന്നില്ല. അപ്പോൾ ഈ കണ്ടൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, അതുപോലെ നമ്മൾ ആ ഒരു ലൈഫിൽ ഉള്ള സ്കില്ലിനോടോ, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ അതിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും തൃപ്തി ഉണ്ടാവുന്നത്, അവന് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത് വെൻ ഹി എൻഗേജസ് ഇൻ മീനിങ് ഫുൾ ക്രിയേഷനിലാണ് തീർച്ചയായിട്ടും.
അപ്പം അല്ലാതെ ഒരു കുറേ അധികം ക്രിയേറ്റിവിറ്റിനേക്കാളും ഇപ്പോൾ ആ ഒരു മൈന്യൂട്ട് ആക്ട് ഓഫ് ക്രിയേഷനാണ് അവരെന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് പല ക്രിയേറ്ററായിട്ടുള്ള ആളുകളും ഒരു പരിധിവരെ അവർ തന്നെ ശ്രമിക്കുമ്പോൾ അതിനൊരു ബിസിനസ് ആക്കാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഒരു സെയിൽ ചെയ്യാനോ അതിൻ്റെ ഒരു നെക്സ്റ്റ് ബിസിനസ് ഇൻട്രിക്കസിയിലേക്ക് ബിസിനസ് ജേണിയിലേക്ക് പോകുമ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യണത്. ഇപ്പോൾ എല്ലാവരും ക്രിയേറ്ററാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിലോ, ഓൺട്രപ്രണർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലോ, നല്ല ചിന്തകളുള്ള ആളുകളെല്ലാവരും ക്രിയേറ്ററാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാം വേറൊരു വേർഷനാണ്. ഇപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം യെസ്. ആ കണ്ടൻമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് അൺലിമിറ്റഡ് ആണ്. അവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഓക്കെ എൻ്റെ ലൈഫ് പൂർത്തിയായി, ഞാൻ ഇനി എനിക്കൊന്നും ചെയ്യേണ്ട എന്നതിനേക്കാളും ദേ വോണ്ട് ടു ക്രിയേറ്റ് മോർ. ആ ക്രിയേറ്റർ മൈൻഡ് സെറ്റിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത് ദേ വോണ്ട് ടു ക്രിയേറ്റ് മോർ ആൻഡ് മോർ ഗുഡ് സ്റ്റഫ്. അതാണ് അവരുടെ ലൈഫിൻ്റെ ഒരു അറ്റ്മോസ്റ്റ് എല്ലാം കൊണ്ടും ഉള്ളൊരു പൂർണ്ണത അല്ലെങ്കിൽ ഒരു തൃപ്തി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ മോഹൻലാലാണെങ്കിലും ലാലേട്ടനാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും അവരെത്രയൊക്കെ പടങ്ങൾ അഭിനയിച്ചാലും അവർക്ക് മതിയാവില്ല. അവരിപ്പോഴും പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഓരോ പ്രൊജക്റ്റും ഓരോ മൂവിയും അവരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ലൈഫ് എന്ന് പറയുന്ന സംഭവത്തിനെ നമ്മളൊരു പ്രൊജക്റ്റായിട്ട് എടുക്കുമ്പോഴാണ് നമുക്കങ്ങനെ കുറേ ഡിസപ്പോയിൻമെൻറ്റും, ഞാൻ എത്തിയില്ലല്ലോ, ഞാൻ എവിടെയാണ് എന്താണോ ഞാൻ വിചാരിക്കുന്നതിലേക്ക് അടുത്തേക്ക് എത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ മൈ വേ ഓഫ് സീയിങ് ലൈഫ്, അല്ലെങ്കിൽ എൻ്റെ ഒരു വേ ഓഫ് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള റീസെൻ്റ് വർഷങ്ങൾക്കുള്ളിൽ ഞാൻ മാറ്റിയെടുത്തൊരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഐ സീ ലൈഫ് ആസ് എൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എക്സ്പെരിമെൻറ്റിൽ നമ്മളങ്ങനെ ഇന്ന രീതിയിൽ തന്നെ വിജയിച്ചോളണം എന്നുള്ള നിയമങ്ങളൊന്നുമില്ല. ഐ ക്യാൻ ട്രൈ വാട്ട് എവർ ഐ ലൈക്ക്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ലൈഫിൽ എക്സ്പെരിമെൻ്റായിട്ട് ഞാൻ കാണുന്നത്. ആക്ച്വലി ലൈഫ് ഒരു എക്സ്പെരിമെൻറ്റ് തന്നെയാണല്ലോ. ഇപ്പോൾ നമുക്കൊരു എന്തിനും ഒരു ഫിക്സഡ് ആൻസർ ഉള്ളതാണ് മേ ബി ഒരു പ്രൊജക്റ്റ്. നമുക്കൊരു വി നീഡ് ആൻ ആൻസർ, ഇന്ന ദിവസം കൊണ്ട് ഇന്ന സമയത്ത് കൊണ്ട് ഒരു ആൻസർ കിട്ടുന്നത്. പക്ഷേ ഐ സീ ലൈഫ് അത്രയും ഒരു ഫ്രജൈലായിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള ഒരു ജേണിയാണ്. നമുക്ക് ഒരു ഒരു നത്തിങ് നമുക്ക് നാളെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങളാണെങ്കിലും പലരും സ്ട്രഗിൾ ചെയ്യണതും, അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു ചെറിയ കാര്യം തുടങ്ങി അതിലൊന്നും എത്തിയില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു മൈൻഡിലേക്ക് എത്തുന്നതിനേക്കാളും മുമ്പ്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ആയല്ലോ, എനിക്കിനി സമാധാനം ആയല്ലോ എന്ന് പറഞ്ഞ് പിന്നീട് നമ്മൾ ദുഃഖിക്കണേക്കാളും ഐ തിങ്ക് ദ ബെറ്റർ വേ ഈസ് ടു കീപ് ലൈഫ് ആസ് എൻ എക്സ്പെരിമെൻറ്റ്. നമുക്ക് ഓരോ ദിവസവും എക്സ്പെരിമെൻ്റ് ആക്കിയെടുക്കാം. ഓരോ ആളുകളെ കാണുന്നത് എക്സ്പെരിമെൻ്റ് ആക്കിയെടുക്കാം. എക്സ്പെരിമെൻറ്റിൽ നമുക്ക് എന്താണുള്ളത്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് നമുക്ക് ഉത്തരത്തിലില്ല. ആരോ പറഞ്ഞത് കേട്ടിട്ടില്ലേ? അതായത് നമ്മളാ ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചോദ്യം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്, അല്ലാണ്ട് ഉത്തരം കിട്ടുമ്പോഴല്ല. ഉത്തരം കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. പക്ഷേ അതിന് നമ്മൾ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഗോളാക്കി വെക്കണ പോലെ തന്നെയാണ്. പക്ഷേ ആ ഒരു ചോദ്യം ചോദിക്കാനുള്ള, ആ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ബി എ ലൈഫ് ലോങ് ലേണർ. നമ്മളെപ്പോഴും പഠിക്കാൻ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മളെ കാര്യങ്ങൾ വേറിട്ട് കാണാൻ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും മെസ്സേജസ് വരുന്ന ആളുകളെല്ലാം ഒന്ന് പരിചയപ്പെട്ടോട്ടെ, സംസാരിച്ചോട്ടെ എന്ന് പറയണത് ഐ തിങ്ക് ദാറ്റ്സ് ദെയർ ക്യൂരിയോസിറ്റി ലീഡിങ് ദം, അല്ലെങ്കിൽ അതാണ് അവരെ ഡ്രൈവ് ചെയ്യണത്. ഐ തിങ്ക് അതിന് ഒരു പേടി പല ആളുകൾക്കുണ്ട്. പല ആളുകളും അങ്ങനെ നമുക്ക് അറിയാത്ത ഒരാളുടെ അടുത്ത് സംസാരിച്ച് എന്താണ് ഉണ്ടാവുക എന്നുള്ള ചിന്തകളൊക്കെ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അത് വേറൊരു സ്റ്റോറി. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ടേക്ക് ലൈഫ് ആസ് എൻ എക്സ്പെരിമെൻറ്റ് റാദർ ദാൻ എ പ്രൊജക്റ്റ്. ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ക്യൂരിയോസിറ്റി, അതിൻ്റെ ഒരു ഫീലിംഗ് പ്ലഷർ, അതിൽ നിന്ന് നമുക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു ലീവ്, എസ്പെഷ്യലി ഇൻ ദ മോഡേൺ ഏജ്. നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒത്തിരി അവസരങ്ങളുണ്ട്. സോ മൈ വൺ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഈസ് ജസ്റ്റ് ലൈഫ് ഈസ് എൻ എക്സ്പെരിമെൻറ്റ്. ഡോണ്ട് enjoy that or find that contentment in whatever you have. Like, you need to, it's not wanting more, but it's more about experimenting more or experiencing more in life.